മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് കടന്നു വരുവാൻ, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശത്തെ കൃപയാൽ അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, പ്രയാസത്തിൻ്റെയും വേദനയുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശ നിറഞ്ഞവരായിട്ട് വിശ്വാസത്തോടെ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകണമേ. ദിനംതോറും അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പുതുക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നിർത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലെ കർത്താവേ, അതാത് ഭവനങ്ങളിൽ ഈ ആരാധനയിൽ പങ്കാളികളാകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും അനുഭവത്തിലൂടെ പോകുന്നവർക്കൊക്കെയും ദൈവമാശ്വാസവും വിടുതലും നൽകി അവിടുന്ന് പരിപാലിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഇന്നത്തെ ഞങ്ങളുടെ വചനധ്യാനവും ശുശ്രൂഷയുമൊക്കെയും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. എല്ലാ നന്മയിലും ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 25-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 25-ാമത്തെ കീർത്തനം. Sarvadin Raja
കർത്താവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ നിന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായകളുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലെ പ്രകാരം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലയാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങളങ്ങേ പൂർണ്ണമായി സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, ശാശ്വത പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വമായ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ പുത്രത്തെ പ്രാർത്ഥിക്കണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം പ്രസന്നയുടെ കൂടെ പിതാവായ ദൈവത്തിന്റെ മധ്യത്തിൽ മഹോന്നതനാകുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറൊരു കൽപ്പനയും ഇല്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഹൃദയങ്ങളെ വണക്കണമേ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവാസനത്തിൽ വിനയപ്പെടുത്താം. നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയും ദൈവസന്നിധിയിൽ അനുതാപത്തോടും പശ്ചാത്താപത്തോടുകൂടെ ഏറ്റുപറയുവാൻ, ദൈവത്തിൻ്റെ ക്ഷമ പ്രാപിപ്പാൻ നമ്മെ തന്നെ ഒരുക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായി ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും
മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റ് പറയുകയും സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ താമസിച്ചിരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകരത്തില്ല. ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകലപാപങ്ങളും ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കാക്കണമേ. ഞങ്ങളുടെ മനസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരുടെ ഹൃദയപൂർവ്വം ചെയ്യുവാൻ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നാമത്തിനായി ജീവന്റെ ബന്ധത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടത്തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യത്തിൽ നമുക്ക് പിതാവിന്റെ അടുത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളുടെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. സ്തോത്രം. പാപങ്ങളോടുകൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിന് പിൻപ് 11-ാം ഞായറാഴ്ച അപേക്ഷ കൃപാലുവായ ദൈവമേ, അങ്ങയുടെ നന്മയും സ്നേഹനിർഭരമായതയും പരിശുദ്ധാത്മാവിന്റെ പുനരുജ്ജീവനത്തിലൂടെയും പുതുക്കലിലൂടെയും ഞങ്ങളെ ജീവിപ്പിക്കണമേ. വിശുദ്ധാസ്നാനത്തിലൂടെ ഞങ്ങൾക്ക് പുതിയ സൃഷ്ടിയാക്കുവാനും അങ്ങയുടെ വീടുടെ പുനരുക്ഷാകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും ഇടയായതിനാൽ നന്ദി പറയുന്നു. ഉയരത്തിൽ നിന്നുള്ള വീണ്ടും ജനനാനുഭവത്തിൽ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തെ ദൈവരാജ്യമായി രൂപാന്തരപ്പെടുത്തുവാൻ കൃപയും ശക്തിയും നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. Today's first reading is taken from Amos chapter 9 verses 5 to 12. ആമോസ് 9-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Amos chapter 9 verses 5 to 12. The Lord Almighty, He who touches the earth and it melts, and all who live in it mourn. The whole land rises like the Nile, then sinks like the river of Egypt. He who builds his lofty palace in the heavens and sets its foundation on the earth, who calls for the waters of the sea and pours them out over the face of the land. The Lord is his name. Are you not the Israelites, the same to me as the Cushites, declares the Lord. Did I not bring Israel up from Egypt, the Philistines from Caphtor,
and the Arameans from Kir? Surely the eyes of the sovereign Lord are on the sinful kingdom. I will destroy it from the face of the earth. Yet I will not totally destroy the house of Jacob, declares the Lord. For I will give the command, and I will shake the house of Israel among all the nations, as grain is shaken in a sieve, and not a pebble will reach the ground. All the sinners among my people will die by the sword. All those who say, disaster will not overtake or meet us. In that day I will restore David's fallen tent. I will repair its broken places, restore its ruins, and build it as it used to be, so that they may possess the remnant of Edom and all the nations that bear my name, declares the Lord who will do these things. Here ends the first lesson. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തന വേദഭാഗം ഈ സമയത്ത് വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 115. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 115. സാംസ് 115. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, അവയ്ക്ക് കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യങ്ങളിൽ എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം ലേഖന പാഠഭാഗം ഈ സമയത്ത് വായിച്ചു കേൾക്കാം. Today's second lesson is taken from Ephesians chapter 4 verses 1 to 6. As a prisoner for the Lord, then, I urge you to live a life worthy of the calling you have received. Be completely humble and gentle. Be patient, bearing in one another in love. Make every effort to keep the unity of the Spirit through the bond of peace. There is one body and one Spirit, just as you were called, one Lord, one faith, one baptism, one God and Father of all, who is over all and through all and in all. Here ends the second lesson. സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ദൈവവചനം കേൾക്കുന്നു. Gospel according to Saint Matthew, chapter 16 verses begins from 13 to 20. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ദൈവവചനം. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഇനി പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും,
നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് മുമ്പായി ഞാൻ ആ കീർത്തനങ്ങളിൽ 224 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ശുദ്ധിക്കായി നീ യേശു സമീപെ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. 224 കീർത്തനം. യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ദൈവം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. രക്ഷകൻ പക്ഷത്തോന്നി ശുദ്ധിയായി നടന്നിടുന്നതോ, കോശരീയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ദൈവം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം, ജീവനീർ ഒഴുകുന്നു അശുദ്ധർക്കായി. കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ. ദൈവം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള പ്രിയ ജോസഫ് സാമുവൽ അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സ്വാഗതം ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനും വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുന്ന, ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമതൊരു
തിരമാല പോലെ ആർത്തലച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനും ദൈവം ഇടയാക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. COVID-19 എന്ന് പറഞ്ഞാണ് ശാസ്ത്രലോകം, വൈദ്യശാസ്ത്രം നമ്മളെ ആദ്യം ഈ രോഗത്തെ പരിചയപ്പെടുത്തിയത്. 19 മാറി 20 ആയി, 21 കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ 2022-ലാണ്. ഈ കാലം അത്രയും വി ഹാവ് ബീൻ ട്രൈയിങ് ടു എൻഡ്യൂർ ദ പാൻഡമിക്. ഇതിനോടൊപ്പം നമ്മൾ ജീവിക്കുകയാണ്. ഇനിയും എത്ര കാലം ഈ ഒരു മഹാവ്യാധിയോടൊപ്പം അതിൻ്റെ വിവിധങ്ങളായ ഭീഷണിയോടൊപ്പം പ്രതിസന്ധികളോടൊപ്പം നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയുള്ള കാലം, ഇനിയുള്ള ലോകം, ഇനിയുള്ള നമ്മുടെ ജീവിതം മുഴുവൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ രോഗാണുക്കളുടെ പകർച്ചവ്യാധികളുടെയൊക്കെ ഭീഷണിയുടെ വെളിച്ചത്തിൽ, അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ ജീവിക്കേണ്ടി വരുമോ? അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പുനർക്രമീകരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. നമ്മളെ ഈ സമയത്ത് നമ്മുടെ ദേശത്തെ ജനങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം, വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കാം. കുറേ നാളത്തേക്കെങ്കിലും നമ്മൾ അല്പം റിലാക്സേഷൻസൊക്കെ അനുഭവിച്ചു. നമ്മളൊക്കെ റിലാക്സ്ഡായിട്ട് ജീവിച്ചത് കൊണ്ടല്ല വീണ്ടും ഈ രോഗം വരുന്നത്. ഇതിൻ്റെ ഈ ഒരു വൈറസിൻ്റെ ഒരു സൈക്കിളിൻ്റെ സവിശേഷതയായിട്ടാണ് ശാസ്ത്രലോകം ഇതിനെ അവതരിപ്പിക്കുന്നതും ശാസ്ത്രലോകം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് നാം സഭയായിട്ട് ചിന്തിക്കുന്ന വിഷയം ഒരു ശരീരവും ഒരു സ്നാനവും എന്നുള്ളതാണ്. വൺ ബോഡി ആൻഡ് വൺ ബാപ്റ്റിസം. ഈ സ്നാനം അല്ലെങ്കിൽ സ്നാപനം എന്നുള്ളത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതൊരു ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല, ഈ കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പ്രതിസന്ധി കാലഘട്ടങ്ങൾ, അതുപോലെയുള്ള ഡോക്ട്രൈനലായിട്ടുള്ള സഭയുടെ സൈദ്ധാന്തികമായ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പരസ്പരം തല്ലുകൂടാനും മല്ലുപിടിക്കാനുമുള്ള ഒരു സമയമല്ല. കാരണം അതുപോലെയുള്ള ഒരു താത്വികമായ ഫിലോസഫിക്കലായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് ആശങ്കപ്പെട്ട്, എന്ന് ഭയപ്പെട്ട്, അടുത്ത നിമിഷത്തെക്കുറിച്ചുള്ള അതിൻ്റെ അസ്ഥിരതയെക്കുറിച്ചുള്ള, അതിൻ്റെ നിർണയിക്കാനാവാത്ത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയിൽ മനുഷ്യരും വിശ്വാസികളും ഒക്കെ ജീവിക്കുമ്പോൾ നമ്മൾ സ്നാനം എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വേദപുസ്തകപരമായോ ദൈവശാസ്ത്രപരമായോ സഭാശാസ്ത്രപരമായോ ഒക്കെ നമ്മൾ മല്ലുപിടിക്കാനും തല്ലുകൂടാനുമുള്ള സമയമല്ല ഇത്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. മറിച്ച് നമ്മളിന്ന് സുവിശേഷ വേദഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മുൻപോട്ടുള്ള വിശ്വാസ സഞ്ചാരത്തിന് ഉതകുന്ന, സഹായിക്കുന്ന ചില വിശകലനങ്ങളും ചില ചിന്തകളും പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് അടിസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 16. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. Then Simon Peter answered, You are the Christ, the Son of the living God. You are the Christ, Son of the living God. ഇതാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൻ്റെ കേന്ദ്രം. This is the center of the script, the gospel portion which is read to us. ഇത് നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിലെ വിവരണത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു മാത്രമല്ല. ദിസ് ഈസ് ദി ഫണ്ടമെൻ്റൽ സെൻറ്റർ, എസെൻഷ്യൽ
അഫർമേഷൻ ഓഫ് ദി ചേർച്ച്. സഭയുടെ വിശ്വാസ സമൂഹത്തിൻ്റെ അടിസ്ഥാന തിരിച്ചറിവ്, അടിസ്ഥാന പ്രസ്താവന സഭയെയും വിശ്വാസ സമൂഹത്തെയും എല്ലാ കാലങ്ങളിലും മുൻപോട്ട് നയിച്ചിട്ടുള്ളതും ഇനിയും മുമ്പോട്ട് നയിക്കേണ്ടതുമായ ഒരു സത്യത്തെക്കുറിച്ച്, ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരിക്കലും ഒരു കാലഘട്ടത്തിനും മറിച്ച് കളയുവാനാവാത്ത വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തന്തുവിനെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്, ഒരു പ്രസ്താവനയാണ് ശിമോൻ പത്രോസിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. യു ആർ ദ ക്രൈസ്റ്റ്. ഒരർത്ഥത്തിൽ വേദപുസ്തക ചരിത്രത്തിൽ മാത്രമല്ല, സഭാചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആകമാനം വളരെ സവിശേഷമായ ചരിത്ര സാഹചര്യങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വൈഷമ്യ ഘട്ടങ്ങളിൽ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവജനം, ദൈവം തിരഞ്ഞെടുത്തവർ, ദൈവത്തെ കണ്ടെത്തിയവർ, തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയവർ, തങ്ങളുടെ ജീവിതത്തിലെ ക്രിസ്തു അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞവർ, അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ സന്നദ്ധമായത് മുതൽ, അതല്ലെങ്കിൽ അതിന് തയ്യാറായ കാലഘട്ടം മുതൽ സഭ നിലനിന്നത്, സഭ സജീവമായത്, സഭ വളർന്നത് ഇത്തരത്തിലുള്ള അതിശക്തമായ പ്രസ്താവനകളിലൂടെയാണ്. ഫെയ്ത്ത് is a public affirmation, is a public statement that we make to this world. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ നിലപാടുകൾ കൊണ്ട്, നമ്മുടെ സംഭാഷണങ്ങൾ കൊണ്ട്, നമ്മുടെ സംവേദനങ്ങൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, പൊതുസമൂഹത്തോട്, ചുറ്റുപാടുകളോട് പരസ്യമായി നമ്മൾ പ്രസ്താവിക്കുന്ന സത്യസന്ധമായ ചില നിലപാടുകളാണ് വിശ്വാസം എന്നുള്ളത്. നമ്മളിവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഭാഗമുണ്ട്. സാധാരണ പറയുന്നത് പത്രോസിനെ സഭയുടെ അടിസ്ഥാനമായി, അല്ലെങ്കിൽ പത്രോസിനെ സഭയുടെ ഹെഡായി കർത്താവായ യേശുക്രിസ്തു അവരോധിക്കുന്ന ഒരു ഭാഗമായിട്ട് ചില സഭാ പാരമ്പര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരു പെട്രൈൻ ട്രഡീഷനെ കുറിച്ച്. എന്നാൽ ഇതിൻ്റെ മൗലികമായ അർത്ഥത്തെക്കുറിച്ച് പറയുന്നത് ഈ പത്രോസ് എന്നുള്ള വാക്കും പാറ എന്നുള്ള വാക്കും രണ്ടും സമാനമായ, ഗ്രീക്ക് വാക്കിൽ സമാനമായ വാക്കുകളാണ്. പെട്ര അല്ലെങ്കിൽ പെട്രോസ് എന്ന് പറയുന്ന വാക്ക് രണ്ടും സമാനമായ സിനോണിമസ് ആയിട്ടുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പല അർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പത്രോസിനെ സഭയുടെ ഹെഡായിട്ടോ, പത്രോസിനെ സഭയുടെ കാവൽക്കാരനായിട്ടോ, വിശുദ്ധനായിട്ടോ ഒന്നും ഇവിടെ പ്രസ്താവിക്കുകയല്ല പറയുന്നത്. മറിച്ച് കർത്താവായ യേശുക്രിസ്തു നീ പത്രോസാകുന്നു, അതായത് ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് നിന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഏറ്റുപറയിച്ച ആ വിശ്വാസം എന്ന ഉറപ്പിൻ്റെ മേൽ, വിശ്വാസം എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുവാൻ പോകുന്നത്. അല്ലാതെ പത്രോസ് എന്ന വ്യക്തിയുടെ മേലല്ല, മറിച്ച് പത്രോസ് എന്ന വ്യക്തിയെ കൊണ്ട് ക്രിസ്തുവിനെ, നസറേനായ യേശുവിനെ നീ ക്രിസ്തുവാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഏറ്റുപറയിപ്പിച്ച ആ ഒരു നിലപാടിൽ, ആ ഒരു തിരിച്ചറിവിൽ, ആ ഒരു യാഥാർത്ഥ്യത്തിൽ തൻ്റെ സഭയെ ഈ ലോകത്തിൽ കെട്ടുപണി ചെയ്യും എന്നുള്ള വളരെ വ്യക്തമായ ഒരു വെളിപ്പാടാണ്, ഒരു നിർദ്ദേശമാണ്, ഒരു അരുളപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ വാക്യത്തിൽ നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസം അല്ലെങ്കിൽ സഭ എല്ലാ കാലങ്ങളിൽ നിലനിന്നിരുന്നത് ചില താക്കോൽ സ്ഥാനങ്ങളിൽ താക്കോൽ പിടിച്ചുകൊണ്ട് അധികാരം കൈപ്പറ്റിക്കൊണ്ട് അധികാരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേലല്ല. താക്കോൽ സ്ഥാനങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടല്ല സഭ നിലനിന്നു പോകുന്നു. അത് സഭ ഈ നാളുകളിൽ മനസ്സിലാക്കണം. കോവിഡ് കാലഘട്ടത്തിലും സമാനമായ സാഹചര്യങ്ങളിലും സഭയെ ആത്മീയമായി നയിക്കുന്ന നേതൃത്വം മനസ്സിലാക്കേണ്ടുന്നത് വ്യക്തികൾ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴല്ല സഭ വളർന്നു, മറിച്ച് വിശ്വാസം അതിൻ്റെ അടിസ്ഥാന മൂല്യമായി, ക്രിസ്തുവിലുള്ള അടിപതറാത്ത വിശ്വാസം, ക്രിസ്തുവിലുള്ള ഒരിക്കലും നീക്കുപോക്കുകൾക്ക് തയ്യാറാകാത്ത വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്ന ഇടങ്ങളിലാണ് തീർച്ചയായിട്ടും സഭ വളരുന്നതെന്ന്, സഭ വികസിക്കുന്നതെന്ന്, സഭ ശക്തമാകുന്നതെന്ന് ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യേശു കർത്താവും ശിഷ്യന്മാരും കൈസരയുടെ ഫിലിപ്പിയിൽ എത്തിച്ചേരുമ്പോൾ, അതായത് ഈ കൈസരുടെ ഫിലിപ്പി എന്ന് പറഞ്ഞാൽ, കൈസർ എന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ്, സീസറിന്റെ പ്രശസ്തിക്ക് വേണ്ടി, സീസറിന്റെ അധികാരത്തെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി അന്ന് ആ കാലങ്ങളിൽ രാജാക്കന്മാരുടെ ഒക്കെ പേരിൽ പട്ടണങ്ങൾ സ്ഥാപിക്കുന്ന ഒരു പതിവുണ്ടായി. നമുക്കൊക്കെ അറിയാം, ഈ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പട്ടിക്ക് പണ്ട് ഇടുന്നൊരു പേരാണ് കൈസർ. അതിനൊരു പൊളിറ്റിക്സ് ആണ്, നിങ്ങൾക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ പണ്ട് കാലങ്ങളിൽ ക്രൈസ്തവർക്ക് ഈ ഭരണാധികാരികളോട്, പ്രത്യേകിച്ച് കൈസർ എന്ന് പറയുന്ന ഭരണാധികാരിയോടുണ്ടായിരുന്ന ഒരു വിയോജിപ്പാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില നെയ്മിങ്ങുകളിലേക്ക്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് സാധാരണഗതിയിൽ നമ്മൾ പട്ടിക്ക് പേരെന്ന് പറയാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനൊന്നും അല്ല.
സ്വന്തം മക്കൾക്ക് കണ്ടെത്താൻ പറ്റാത്ത പേരൊക്കെയാണ് ഇന്ന് പട്ടിക്കിടുന്നത്. കാരണം മക്കളെക്കാൾ അധികം പട്ടികളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം. സ്നേഹിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. ഞാനും എനിക്കും പട്ടികളെ, അല്ലെങ്കിൽ പട്ടികൾ എന്ന് പറയാൻ പാടില്ല, നായ്ക്കളെ ഇഷ്ടമാണ്. വളർത്തു നായ്ക്കളുണ്ട്, തെരുവ് നായ്ക്കൾ, അതിൽ തന്നെ പല കമ്മ്യൂണിറ്റികളും പല കാസ്റ്റും ഉണ്ടെന്നുള്ളതാണ്. ഈ ബാംഗ്ലൂർ നഗരത്തിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ ചില നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ചില നായ്ക്കളെ കാണാൻ കഴിയും. അവർ ഈ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ഭയമാണ്. എന്നാൽ ആ തെരുവിൽ തന്നെ വളർന്നു വരുന്ന ചില നായ്ക്കളുണ്ട്. അവർ ഇടിച്ച് കയറി അങ്ങോട്ട് ചാടിയും ചില മനുഷ്യരെ കണ്ടാൽ ഭയന്ന് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് വീട്ടിൽ നിന്നും ഒരു സുപ്രഭാതത്തെ നോക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവർ തെരുവിലേക്ക് വലിച്ചെറിയും. അവരാകെ അങ്കലാപ്പിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സീസറുടെ ഫിലിപ്പിയിലാണ് യേശു കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് വളരെ പ്രസക്തമാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാണ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത്? അതായത് ഭൗതികമായ ലൗകികമായ അധികാരങ്ങൾ, രാഷ്ട്രീയ അധികാരങ്ങൾ, അവരുടെ പേരും പ്രശസ്തിയും ഒക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അധികാരങ്ങളൊക്കെ പലതരത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം എങ്ങനെയാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്? ആർ വി അണ്ടർസ്റ്റാൻഡിങ് ക്രൈസ്റ്റ് ആസ് അനദർ സീസർ? ക്രൈസ്റ്റ് ആൻഡ് സീസർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ക്രൈസ്റ്റ് ആൻഡ് സീസർ, ക്രിസ്തുവും കൈസറും. യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷങ്ങളെ ആകമാനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ രണ്ടുപേരും ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടാനാവാത്ത, യോജിക്കാനാവാത്ത രണ്ട് ജീവിത രീതികളാണ്. കൈസറിനും കർത്താവിനും ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഇന്നത്തെ ആത്മീയ നേതൃത്വം, സഭാ നേതൃത്വമൊക്കെ ക്രിസ്തു സ്വഭാവമുള്ളവരാകുന്നതിന് പകരം കൈസറുടെ സ്വഭാവത്തിലേക്കും രൂപത്തിലേക്കും ഭാവത്തിലേക്കും ഇടപാടുകളിലേക്കും ഒക്കെ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന അത്യന്തം സങ്കടപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. CSI സമയം വ്യത്യസ്തമല്ല. ഈ നാളുകളിൽ ഈ ഒരു പട്ടക്കാരനായി ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ സങ്കടമുള്ളൊരു കാര്യം. കാരണം ഞങ്ങളൊന്ന് 65 നിന്ന് 67 ആക്കി, ഇനിയിപ്പോൾ ഞങ്ങൾ 67 നിന്ന് 70 ആക്കും. നിങ്ങൾ നാളെ ഞങ്ങളെ കൈകാര്യം ചെയ്യേണ്ടുന്നൊരവസ്ഥ വരും. വ്യക്തിപരമായി ഇതിനോട് യോജിക്കാത്ത ഒരു പട്ടത്തെ സമൂഹമാണ് CSIയിലുള്ളത്. ഞാൻ പേഴ്സണലി, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേർ യോജിപ്പില്ല. കാരണം ഇതിനെ കഴിയുന്നത് കുറച്ച് 60 ആക്കിയാൽ നല്ല കാര്യമൊന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, 60 വയസ്സ് കഴിഞ്ഞിട്ട് അച്ഛനെ ഈ പള്ളിയിലോട്ട് വെച്ചാൽ നിങ്ങൾക്ക് വേണോ? അല്ലെങ്കിൽ ഇവിടുത്തെ പാസ്റ്ററലായിട്ടുള്ള ചലഞ്ചസ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതൊക്കെ ചോദ്യമാണ്. അതുകൊണ്ട് കൈസരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൈസരുടെ അധികാരങ്ങളൊക്കെ വളരെ സജീവമായിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് യേശു ചോദിക്കുന്നത്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? മറ്റൊരു കൈസറായിട്ടാണോ ജനങ്ങൾ എന്നെ കാണുന്നത്? അപ്പം കൊടുത്തു. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പരീശന്മാരും സദൂക്യരും വന്ന് യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ അടയാളം കാണിക്കും. മാത്രമല്ല 5 അപ്പത്തിൽ നിന്ന് 5000 പേരെ പോഷിപ്പിച്ചു. അങ്ങനെ പലതരത്തിലുള്ള അപ്പം കൊടുത്ത് പോഷിപ്പിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇതൊക്കെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ചെയ്യുമ്പോൾ ലോകം എങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കുന്നത്? ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ശിഷ്യന്മാർ പറയുന്നത് പലരും പല രീതിയിൽ പറഞ്ഞു. ഏലിയാവാണെന്ന് പറയുന്നു, യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നു, ഇരമ്യാവോ മറ്റു പ്രവാചകന്മാരിൽ ഒരാളോ ആണെന്ന് പറയുന്നു. അവർക്കറിവുള്ള ചരിത്രത്തിലെ ചില വ്യക്തികളൊക്കെ തിരിച്ചു വന്നതാണെന്ന് പറയുന്നു. എന്നാൽ യേശു കർത്താവ് ചോദിക്കുന്നത്, അവരോട് ചോദിക്കും, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയും? നിങ്ങളോ എന്നെ ആരെന്ന് പറയും? അതാണ് വളരെ വ്യക്തമായ ചോദ്യം. സഭ ഈ നാളുകളിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സഭ ഈ നാളുകളിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? പത്രോസിന്റെ പ്രസ്താവന 2 തലത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, ദിസ് ഈസ് എ പേഴ്സണൽ ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റ്. പത്രോസിന്റെ വളരെ വ്യക്തിപരമായ ഒരു വിശ്വാസ പ്രസ്താവനയാണ്. അതിനെ വ്യക്തിപരമായി പത്രോസ് പ്രസ്താവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്, ഈ പ്രസ്താവന സഭയുടെ അടിസ്ഥാന പ്രസ്താവനയാണ്. കർത്താവ് അതിനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റീഡിഫൈൻ ചെയ്യുന്നു. പത്രോസ് അതിനെ തന്റെ വ്യക്തിപരമായ വിശ്വാസ ഏറ്റുപറച്ചിലായിട്ട് പറയുമ്പോൾ യേശു കർത്താവ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് അതിനെ രൂപാന്തരപ്പെടുത്തും, ട്രാൻസ്ഫോം ചെയ്യുന്നത്, ട്രാൻസ്ലിട്രേറ്റ് ചെയ്യുന്നത് ഇതൊരു കമ്മ്യൂണിറ്റി അഫർമേഷൻ ആകണം. ഈ ഒരു ഇത്തരത്തിലുള്ള തിരിച്ചറിവിന്റെ മേലാണ്, ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ മേലാണ്, ഇത്തരത്തിലുള്ള വിശ്വാസ ഏറ്റുപറച്ചിലുകളിലാണ് സഭ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്.
Church must constantly proclaim and affirm Jesus as the Christ. ക്രിസ്തുവിനെ വ്യക്തിപരമായി, കളക്റ്റീവായി, പേഴ്സണലായും കളക്റ്റീവായിട്ടും ഏറ്റുപറയുന്നവരുടെ കൂട്ടമാകണം. കൈസറിന് വിരുദ്ധമായ, കൈസറിനെതിരായ പിടിച്ചടക്കലിൻ്റെയും വയലൻസിൻ്റെയും പണിഷ്മെൻറ്റിൻ്റെയും ഒക്കെ അവതാരമായിരിക്കുന്ന സീസറിനെതിരായ ഒരു ശക്തിയായി, ഒരു ദൈവമായി, ഒരു കർത്താവായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ഈ നാളുകളിൽ സഭ ക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടത്, ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പത്രോസിന്റെ ഈ വിശ്വാസ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ്. അത് യേശു കർത്താവ് അതിനെ സഭയുടെ അടിസ്ഥാന പ്രസ്താവനയായിട്ട് ആവിഷ്കരിക്കുന്നു. രണ്ടാമത് പത്രോസ് പറയുന്നത്, ഇതിന്റെ അർത്ഥം, ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ എക്സ്പെക്ടേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റ് റെജിം. അതായത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകും എന്ന് പറഞ്ഞാൽ ഇതൊരു വേറൊരു ക്രമത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. സീസറുടെ ക്രമമല്ല. സ്വന്തം പേരിൽ പട്ടണങ്ങൾ സ്ഥാപിക്കുന്ന, സ്തൂപങ്ങൾ സ്ഥാപിക്കുന്ന, മെമ്മോറിയൽ സ്മാരകങ്ങൾ സ്ഥാപിക്കുന്ന കൈസറിനെ പോലെയുള്ള ഒരു ജീവിത രീതിയിലല്ല. യേശു കർത്താവ് പലയിടങ്ങളിലായിട്ട് പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. ജാതികൾ അവരുടെ മേൽ, ജനങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നു, അധികാരം നടത്തുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. എപ്പോഴും അത്തരത്തിലുള്ള അധികാരത്തിൻ്റെയും അത്തരത്തിലുള്ള ദുഷ്പ്രവണതകളുടെയും ഒക്കെ എതിരായിട്ടാണ് യേശു കർത്താവ് തൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചും തൻ്റെ സഭയെക്കുറിച്ചും പഠിപ്പിക്കുന്നത്. ചർച്ച് ഷുഡ് റെപ്രസെന്റ് ആൻ ഓൾട്ടർനേറ്റ് റെജിം ഇൻ ദിസ് വേൾഡ്. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും ഒരു ബദൽ ക്രമം, ഒരു ബദൽ സംവിധാനം, അതാണ് സഭ പ്രതിനിധാനം ചെയ്യേണ്ടത്. അതല്ലാതെ ലോകത്തിന്റെ കോർപ്പറേറ്റ് IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും ഒക്കെ ഐഡിയോളജികളിലല്ല സഭ നയിക്കപ്പെടേണ്ടത്. മറിച്ച് സ്നേഹത്തിലും കരുണയിലും പരസ്പര വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലുമൊക്കെ അടിസ്ഥാനപ്പെട്ട ഒരു ബദൽ ക്രമം, ഒരു ഓൾട്ടർനേറ്റ് റെജിം. ഒരു വിശ്വാസിയുടെ ഫെയ്ത്ത്, ലൈഫ് ഇൻ ഫെയ്ത്ത് ഇസ് എ ലൈഫ് ഇൻ ആൻ ഓൾട്ടർനേറ്റ് റെജിം. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നിങ്ങൾ ലോകത്തിനുള്ളവരല്ല, യേശു കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കണമെന്നല്ല. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും യു ഷുഡ് റെപ്രസെന്റ് എ ഡിവൈൻ റെജിം. പകരത്തിന് പകരം ചെയ്യാത്ത, പല്ലിന് പകരം പല്ലെന്നും കണ്ണിന് പകരം കണ്ണെന്നും ഒന്നും ചെയ്യാത്ത, അത്തരത്തിലുള്ള ലൗകികമായ ലോകപ്രകാരമുള്ള ആശയങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാത്തൊരു സഭ. ഈ നാളുകളിൽ ഇത്തരത്തിലുള്ള വിശ്വാസ പ്രസ്താവനകളിലേക്ക് വളരെ ഒരു ബദൽ ജീവിതക്രമത്തെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രതിനിധാനം ചെയ്യാൻ സാധിക്കണം. പ്രത്യേകിച്ച് സഭയും സമൂഹവും ആകമാനം അതിസങ്കീർണമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സഭ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 67 നിന്ന് 70 ആക്കിയാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? അതാണോ സഭ ചെയ്യേണ്ടത്? അതാണ് ചോദിക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു പ്രാർത്ഥനയുണ്ട് രണ്ടാമത്തെ ആരാധനാക്രമത്തിൽ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ. എന്തൊരു കോൺഫിഡൻസ് ആണെന്നറിയാം. ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതാണിപ്പോൾ നടക്കുന്നത്. അങ്ങനൊരു പ്രാർത്ഥന പോലെ നമ്മുടെ പൂർവികർ എഴുതി വെച്ചു. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്ത കാര്യങ്ങൾ അതൊരു കാലഘട്ടമാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോവിഡിനെ പ്രതിരോധിക്കാൻ, അതുകൊണ്ട് വലഞ്ഞ് നട്ടം തിരിഞ്ഞ് പട്ടിണിയിലേക്ക് തീർന്നല്ലോ. കിറ്റുകളുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു, ഇനി പട്ടിണിയുടെ കാലഘട്ടമാണ്. അങ്ങനെ ആശങ്കകളോടിരിക്കുന്ന ജനങ്ങളോട് സഭയ്ക്ക് എന്താ പറയാനുള്ളത്? 65-70 പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അതുവരെയൊക്കെ ജീവിച്ചിട്ട് വേണ്ടി നമ്മളൊക്കെ. ഞാൻ ആ വിഷയം വളരെ റീസെൻ്റ് ആയതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതികൂല ഘട്ടങ്ങളിലാണ് നമ്മൾ വിശ്വാസത്തെ പ്രസ്താവിക്കേണ്ടത്. വി മസ്റ്റ് അഫേം our faith in Christ. We must proclaim an alternate regime
ഇൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതക്രമം, ഒരു പുതിയ സമൂഹം, പരസ്പരം സ്നേഹിക്കുന്ന, കരുതുന്ന, പങ്കുവയ്ക്കുന്ന, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമായി, ദൈവരാജ്യ സമൂഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ സഭയെ നയിക്കട്ടെ. അതിനുള്ള ആർജവം, അതിനുള്ള ഊർജം ദൈവം നമുക്ക് സഭയായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിമോൻ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ക്രിസ്തുവിനെ പ്രസ്താവിച്ചുകൊണ്ട്, ഈ ക്രിസ്തുവിനെ ചുറ്റുപാടുകൾക്ക് മുൻപിൽ ആവിഷ്കരിച്ചുകൊണ്ട്, ഈ ക്രിസ്തുവിനെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രതികൂലങ്ങളെ നേരിട്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനം ശ്രവിച്ച നമുക്ക് നിത്യവിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിലും ഭൂമിയും കാണപ്പെടുന്നതും സകലത്തെയും സൃഷ്ടിനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സകലത്തിന്റെ പിതാവിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, സദാത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ഉണ്ടാപ്പെട്ടവനല്ല, പിതാവിനെ തത്വമുള്ളവനും സകലവും ഉണ്ടായി. മനുഷ്യരെ നമുക്കും അന്വേഷിക്കും വേണ്ടി നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ആദർശപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, പിന്നത്തെ പുരാണം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇതിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അഞ്ചിനുടെയും മനുഷ്യരെയും ഉത്പന്നത്തോടെ വീണ്ടും വരും. രാത്രി അവസാനം ഉണ്ടാകില്ല. കർത്താവ് ജയിപ്പിക്കുന്നവനും ഉൾപ്പെടുന്നവനും പിതാവിന്റെ പുത്രം കൂടി ബന്ധിക്കപ്പെട്ട് മാറ്റപ്പെടുന്നവനും രാജയെ കൊണ്ട് പ്രശ്നമായ വിശ്വസിക്കുന്നു. കഥലയും മകോസ്ലികമായ ഏകദേശത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ള പുനരുത്ഥാനത്തിലും കാത്തിരിക്കുന്നു. ആമേൻ. സഭയെ അറിയിപ്പാനായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ വിശുദ്ധ ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോട് ദൈവവചനത്തിലൂടെ സംസാരിച്ച പ്രിയ ജോസഫ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹത്തെയും സെൻറ്റ് ജെയിംസ് കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഓൺലൈനായിട്ട് ഓഫർട്ടറിയും മന്ത്ലി സബ്സ്ക്രിപ്ഷനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നവർ ദയവായിട്ട് ആ വിവരം അറിയിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം കോട്ടേജ് പ്രെയർ 6 മണിക്ക് സൂം മീറ്റിംഗ് വഴി നടത്തപ്പെടുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവരുടെ പേരുകൾ വായിക്കുന്നു. വിവാഹ വാർഷികം മിസ്സിസ് സുജി ചാണ്ടി ആൻഡ് മിസ്റ്റർ ചെറി ചാണ്ടി കോശി, മിസ്സിസ് അഞ്ജന ആൽബർട്ട് ആൻഡ് മിസ്റ്റർ അജയ് ആൽബർട്ട്, മിസ്സിസ് വെനേസിയ സാലെ ആൻഡ് മിസ്റ്റർ അശ്വന്ത് വർഗീസ്. ജന്മദിനം ജാൻവി സൂസൻ മാത്യു, മിസ്സിസ് സംഗീത ആനി സോണി, ലെൻ മറിയം റോഷൻ, അലിഷ ജാസ്മിൻ, മിസ്സിസ് റെനില ജയ്സ്വാൾ, മിസ്സിസ് നിഷ റോസ്, റിബേക്ക മേരി സാമുവൽ. ഇനിയും തുണയ്ക്കാം രക്ഷയും നീ നിത്യാഗ്രഹം സിംഹാസനാനിഴലിൽ നിൻ ശുദ്ധർ പാർക്കുന്നു. നിൻ ഭുജം മതിയാവർക്കു നിർഭയം വാസിപ്പാൻ.
ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആയുസ്സിൻ്റെ ഓരോ ദിനവും അവിടുത്തെ ദാനവും കൃപയും അനുഗ്രഹവും ആകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആയുസ്സിൻ്റെ ഓരോ ദിനവും മുന്നോട്ട് ജീവിപ്പാൻ ആവശ്യമായ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതുകൊണ്ട് സ്തോത്രം. വിശേഷാൽ കർത്താവേ, ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലും ദൈവമേ ജന്മദിനത്തിലൂടെയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം അനുഗ്രഹത്തിനും നന്മയ്ക്ക് മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാ നന്മയിലും അവരെ അവിടുന്ന് തുറന്നും വഴി നടത്തണമേ. കഴിഞ്ഞ നാളിൽ അവരോട് കൂടെ ഇരുന്ന് വഴി നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയുന്നു. ദൈവകൃപയാൽ പുതിയ വർഷം അനുഗ്രഹപ്രദമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും സ്നേഹവും കരുതലും കാവലും പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നാം കേട്ട ദൈവവചനത്തിനായിട്ട് നന്ദി കരേറ്റാം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു ആകുന്നു. സഭയുടെ വിശ്വാസ പ്രഖ്യാപനമായിട്ട് ഏറ്റെടുക്കുവാനും ഇന്നിൻ്റെ വെല്ലുവിളികളെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോട് ദൈവവചനം സംസാരിച്ച പ്രിയ അച്ഛനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ശുശ്രൂഷകളെ പഠനങ്ങളെയൊക്കെയും കർത്താവ് ഈ നാളുകളിൽ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെൻറ്റ് ജെയിംസ് കുടുംബമായിട്ട് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രയാസത്തിൻ്റെ മധ്യത്തിൽ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശാരീരമായ പ്രയാസങ്ങളുടെ മധ്യത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് ദൈവം ആശ്വാസവും വിടുതലും നൽകി അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൂരദേശങ്ങളിലായിരിക്കുന്നവർ, അടുത്തും അകലെയുമുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങളെയൊക്കെയും കർത്താവിൻ്റെ കരുതലിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. പ്രായത്തിൻ്റെ ബലഹീനതകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്നതായ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഭവനാന്തരീക്ഷത്തിലും വിവിധങ്ങളായ ഓഫീസുകളിലും ജോലിക്കായി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും അസ്വസ്ഥതകൾ, അണുബാധകളൊന്നും കൂടാതെ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി കരേറ്റാം. നമ്മെ നമ്മുടെ ആവശ്യങ്ങളെയും പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനു
അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരുന്ന, ഞങ്ങളെ അനുദിനം വഴി നടത്തുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഐസിൻ്റെ ഓരോ ദിനവും ഞങ്ങളെ അതിശയമായിട്ട് ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് പരിപാലിക്കുന്നതിനായിട്ട് നന്ദി കരേറ്റുന്നു. തിരുമുമ്പാകെ കടന്നു വരുവാൻ കർത്താവെ സ്വഭവനങ്ങളിലിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെയും ദൈവമേ, നീ അനുകൂലമായിട്ട് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നുകൊണ്ട് സ്തോത്രം. അസ്വസ്ഥതകൾ അണുബാധകളൊന്നും കൂടാതെ വേണം ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് ജെയിംസ് കുടുംബമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കായിട്ട്, ദൂരത്തും ചാരത്തുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വിശേഷാല കർത്താവേ, ഇന്ന് ഞങ്ങൾ ദൈവവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം. പ്രിയ അച്ഛനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ടും പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ പഠനത്തെ അനുഗ്രഹിക്കണമേ. നൽകിയിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവെ, ഈ നാടുകളുടെ ഭവനത്തിലിരുന്നു കൊണ്ടും അതോടൊപ്പം വിവിധങ്ങളായ ഇടങ്ങളിൽ ജോലിക്ക് പോവുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ ഐസോടെ കർത്താവ് പരിപാലിക്കണം. പ്രായത്തിൻ്റെ ബലഹീനതകൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് ദൈവകൃപയിൽ പൊതിയണമേ. അവരുടെ അസ്വസ്ഥതകളെ പ്രയാസങ്ങളെ ഒക്കെയും കർത്താവ് നീക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശേഷാൽ കർത്താവെ, കോവിഡിൻ്റെ പ്രയാസങ്ങളാൽ ഭാരം അനുഭവിക്കുന്നവർ അനേകരുണ്ട്. ദൈവമായ കർത്താവെ, അവിടുന്ന് ലോകത്തോട് കരുണ തോന്നി ഈ മാരക രോഗത്തെ ഈ ലോകത്ത് നിന്ന് നീക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും അവിടുത്തെ കൃപയിൽ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും സ്നേഹവും കരുതലും കാവലും വഴി നടത്തുന്നു നാം എല്ലാവരോടും കൂടി ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായിട്ടും ദാനാർപ്പണത്തിനായിട്ടും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാൽ അർപ്പിക്കും. ഞാൻ കർത്താവിനെ പാടി കീർത്തനം ചെയ്യും. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും ഫലമായ കൈസ്തൂരി കൈക്കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ക്രിസ്തീയ ഗീതങ്ങളിലെ 401 ഗീതം നമുക്ക് ഈ സമയത്ത് പാടാം. Iഷ്ടത്തെ ചൊല്ലിടേണം.
നമ്മയും ഈ ദാനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയപുത്രന്റെ രക്തത്താൽ അവിടുത്തെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രവേശിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവിടുന്ന് മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് എടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങേക്കുള്ളതല്ലോ. ഞങ്ങൾ അവിടുത്തെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് സമർപ്പിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിച്ച ഈ ദാനങ്ങളെയും കൈക്കൊണ്ട് അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. നമുക്ക് മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടത് മറിയുമാകുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരമായിട്ട് തന്നെ അവിടുന്ന് മുഖാന്തരം അങ്ങ് ആകാശത്തെയും ഭൂമിയും അവളുടെ സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ അവിടുത്തെ സ്വന്തം സാക്ഷ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യഫലമാകേണ്ടതിന് അവിടുത്തെ ജീവൻ നൽകി അവരെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവതന്മാരോടും പ്രധാന ദേവതന്മാരോടും സ്വർഗത്തിലെ സരസത്തോടുകൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മോഹനനായ കർത്താവേ, നിനക്ക് മഹത്വമെന്ന് ചൊല്ലി നിന്റെ മഹത്വമുള്ള നാമത്തെ എപ്പോഴത്തെ മഹത്വപ്പെടുന്നു. ആമേൻ. കർത്താവിൻ നാമത്തിൽ നിന്നും വരുമാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് സത്യമായി പരിശുദ്ധനാകുന്നു. അവിടുന്ന് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ അർദ്ധ സ്നേഹം കൊണ്ട് അവിടുത്തെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശുമേൽ മനമനുവപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തീയ്ക്കുകയും അവിടുന്ന് വീണ്ടും വരുവോളം അവിടുത്തെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാനുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് അവിടുത്തെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. യേശുദാൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇതിനെ ചെയ്യുവിൻ. ശേഷം അപ്രകാരം തന്നെ അവിടുത്തെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിമിത്തം രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആമേൻ. കൊണ്ടാടുന്നു. നിങ്ങളുടെ ഉയർപ്പിനെ പറയുന്നു. നിങ്ങളുടെ രണ്ടാമത്തെ വരവിനെ നിങ്ങൾ കാത്തിരിക്കുന്നു. നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ അവിടുത്തെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവിടുത്തെ മഹത്വമുള്ള പുനരുദ്ധാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുന്ന് നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണവെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവിടുന്ന് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം
അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ ഓരോരുത്തരെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ, ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുമായി തീരുന്നത് കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മനുഷ്യന്ന തലയാകുന്ന പ്രത്യേക സകലത്തിനും വളരെ കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നത്: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടപ്രകാരം ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിലുള്ള ആവശ്യങ്ങളും നൽകണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? ലോകത്തിന്റെ പാപത്തെ ചുമരുന്നതുമായ ദൈവത്തിനാടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമരുന്നതുമായ ദൈവത്തിനാടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമരുന്നതുമായ ദൈവത്തിനാടെ സമാധാനം ജീവന്റെ അപമാനം കർത്താവായ യേശു മിശിഹായുടെ ശരീരത്തിൽ വിശ്വാസത്തോടെ പ്രവേശിച്ച് രക്തം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും സ്നേഹവും കരുതലും കാവലും വഴിനടത്തും ഈ വിശുദ്ധ മർമ്മങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരുടെ മേലും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സാക്രമന്ത വിശ്വാസത്താൽ കൈകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശുമിശിഹായി ഞങ്ങളെ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ ഭാവിലേറെ ശരീരം വ്യക്തമാകുന്ന ആത്മീയാഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാമോചനവും നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ വിലതരാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനും വിശുദ്ധിയുടെ യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാകുന്നല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവഹിതം നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടതിന് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിൽ നിന്റെ സ്വർഗീയരായത്തിൽ നിന്റെ സകല വിശ്വരോടും കൂടി സന്തോഷിക്കുന്ന കൃപയറിയണമെന്നും നിന്നോട് അപേക്ഷിക്കുന്നു. അവിടെ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂട്ടായ്മയും കരുതലും കാവലും വഴിനടത്തിപ്പും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളോടും നിങ്ങളുടെ ജീവിതങ്ങളോടും പ്രവർത്തനങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആരാധനയുടെ മംഗളമായി ജ്ഞാനകീർത്തനങ്ങളിൽ 261 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 261 കീർത്തനം. കാട്ടി
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ബലഹീനരാകുന്ന ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. പ്രതികൂലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കൃപ കൂടുതലായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ആയിരിക്കുന്നിടത്ത് കർത്താവുമായുള്ള ബന്ധത്തിൽ അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വരുന്ന ഒരാഴ്ചക്കാലം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അണുബാധകളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവെച്ച് അവിടുത്തെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് അങ്ങേ യോഗ്യമായി മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. തുടർന്നുള്ള നാളുകളിൽ ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് ദേവാലയത്തിൽ കടന്നു വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുമുള്ള മുഖാന്തരങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും പൊതിയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവ മക്കൾക്കുള്ളാശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നോ ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ.
അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ, ദൈവഭക്തരിൻ വിശ്രമമേ. പുകൾ പെരുകും പുത്തനെരുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിയിടുമോ. പുകൾ പെരുകും പുത്തനെരുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിയിടുമോ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജലനദിയിൻ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ. പരിലസിക്കും ദൈവത്തിനുദ്യാനമേ, ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ. പരിലസിക്കും ദൈവത്തിൻ ഉദ്യാനമേ. വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. സിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരനെ ചേർന്നു പാടിടുവാൻ ഒരു മോദം പാലം വളരും
സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ ഒരു മോദം പാരം വളരുന്നഹോ. വാനവരും സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ, വാനവരും സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ.